കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5% ഇടുക്കി ജില്ലയിൽ പോളിംഗ് ശതമാനം ഉയർന്നത്. 5 മണ്ഡലങ്ങളും ജയിക്കാൻ കഴിയുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. യുവാക്കളുടെ ഉൾപ്പെടെ പങ്കാളിത്തം വർദ്ധിച്ചത് നേട്ടമുണ്ടാക്കും എന്നാണ് LDFന്റെ പ്രതീക്ഷ. ഇടുക്കിയിലെ പോളിംഗിന്റെ പൂർണ്ണരൂപം പുറത്തുവരുമ്പോൾ 78% എത്തുമെന്നാണ് മുന്നണികൾ കരുതുന്നത്. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ മുന്നണികൾ നടത്തിയ പരിശ്രമം ഫലം കണ്ടു. തുടക്കത്തിൽ ചില ബൂത്തുകളിൽ യന്ത്രത്തകരാർ ഉണ്ടായതൊഴിച്ചാൽ കാര്യമായ മറ്റു പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായില്ല. കേഡർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടതിനൊപ്പം സ്ത്രീ വോട്ടർമാരുടെ വർധനവ് നേട്ടമുണ്ടാക്കും എന്നാണ് LDFന്റെ പ്രതീക്ഷ. നിലവിലെ 4 സീറ്റും നിലനിർത്തുമെന്നും തൊടുപുഴയിൽ വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും കണക്കുകൂട്ടൽ. ഉയർന്ന പോളിംഗ് ഭരണവിരുദ്ധ വികാരത്തിന്റെ തരംഗമെന്നാണ് UDFന്റെ പക്ഷം. പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം യുവ വോട്ടർമാരും UDFന് അനുകൂലമായി ചിന്തിച്ചു എന്നാണ് ഇടുക്കിയിലെ വിലയിരുത്തൽ. 5 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. 2021 ഉണ്ടായ തിരിച്ചടി മറികടക്കാൻ കഴിയുമെന്നും 2016 നില മെച്ചപ്പെടുത്താനാകും എന്നുമാണ് NDA വിലയിരുത്തുന്നത്. പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് ആരുടെ കണക്കുകൂട്ടലുകളെയാണ് ശരിവെക്കുന്നതെന്ന് അറിയാൻ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കേണ്ടി വരും. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.